കഴിയുന്നില്ലെങ്കിൽ അതെന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വായനശാലയുടെ വികസനത്തിന് ഉപയോഗിച്ചുകൂടാ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇത്തരത്തിൽ നിങ്ങളുടെ പഞ്ചായത്തിൽ ആ പഞ്ചായത്തിലെ ജനങ്ങൾക്കും വിശേഷിച്ചും യുവതീ യുവാക്കൾക്കും കൂടുതൽ തൊഴിൽ സൗകര്യങ്ങളും വിജ്ഞാനവും പകരുന്ന ഒരു യഥാർത്ഥ വിജ്ഞാന കേന്ദ്രമായി നിങ്ങളുടെ വായനശാല വളർത്തിയെടുത്താൽ വളപട്ടണത്തിൽ നിന്നും കേരളത്തിലെ 1000 പഞ്ചായത്തുകളിലേക്കും ഒരു മാതൃക ലഭിച്ചു എന്ന് ഞാൻ പറയും. നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. നഗരത്തിനോട് ചേർന്നുള്ള വളപട്ടണം, പിന്നെ വെസ്റ്റ് ഇന്ത്യ പ്ലൈവുഡ്സ് പോലുള്ള വലിയ ഫാക്ടറി ആദ്യമായിട്ട് മലബാറിൽ ഒരു വ്യവസായ സ്ഥാപനം ഒരു ഗ്രാമത്തിൻ്റെ ഭാഗമാകുന്ന വളപട്ടണത്താണ്. അതുപോലെ വളരെ പ്രശസ്തമായ വളപട്ടണം പുഴയും. ഇതെല്ലാം കൂടെ ഉള്ളപ്പോൾ സ്വാഭാവികമായും മാലിന്യം നിങ്ങളുടെ അവിടെ തന്നെ വന്ന് എത്തുകയുള്ളൂ, യാതൊരു സംശയമില്ല. ഫാക്ടറിയുടെ മാലിന്യം, പുഴയിൽ നിന്ന് വരുന്ന മാലിന്യം, എനിക്കറിയാം കിഴക്കുന്ന് വരുന്ന പുഴയിൽ വരുന്ന മാലിന്യം മുഴുവൻ നിങ്ങളുടെ അവിടെ വന്നാണ് അടിയുന്നത്. പക്ഷേ അതിനെ മാറ്റാനായിട്ട് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞതിലുമൊക്കെ വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ്. വെച്ചാൽ കണ്ണൂരിൻ്റെ ആണേലും ചർക്കല ആണേലും എല്ലാം വരുന്നത് ഇങ്ങോട്ടാണ് വരുന്നത്, ഒരു അരികിലേക്ക്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ ദിവസവും ഇപ്പോൾ ഒരു പടത്തിൽ കാണിക്കുകയുണ്ടായി പ്രധാനപ്പെട്ട ഇത് മാറ്റി എന്നുള്ള നമ്മൾ. പക്ഷേ ഇപ്പോഴും ദിവസവും മാലിന്യം അവിടെ മറ്റുള്ള സ്ഥലങ്ങളെക്കാളും കൂടുതൽ, ഇപ്പോൾ പ്രതിശീർഷ ജനസംഖ്യയൊക്കെ പറഞ്ഞ പോലെ തന്നെ പ്രതിശീർഷ മാലിന്യം അവിടെ വളരെ കൂടുതലാണ് മറ്റുള്ളിടത്തെക്കാളും. അതിന് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ശക്തമായ നടപടികൾ കൂടുതൽ ഫണ്ട് ഉപയോഗിച്ചാണെങ്കിൽ ശരി അവിടെ എടുക്കേണ്ടതാണ്. ഒരു ബയോഗ്യാസ് പ്ലാന്റിൻ്റെ വലിയൊരു പദ്ധതി ഇട്ടായിരുന്നു. അപ്പോൾ ഈ റെയിൽവേൻ്റെ അടുത്താണ് ആ സ്ഥലം, പഞ്ചായത്തിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അവരെ റെയിൽവേൻ്റെ കൺസൾട്ട് കിട്ടാത്തതുകൊണ്ടും തീരദേശത്ത് ഒരു ബിൽഡിംഗ് വരുന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നം. മാഷോട് പറയണം, ഇപ്പം നമ്മുടെ ആളല്ലേ റെയിൽവേയില്. അല്ല റെയിൽവേ ഇപ്പം ബന്ധപ്പെടാം. നല്ലൊരു സജഷൻ ആയിക്കോട്ടെ കേട്ടോ. മുഹമ്മദ് മാഷോട് തന്നെ അദ്ദേഹത്തിന് വളരെ എനിക്കറിയാം. വളപട്ടണം, നമ്മുടെ വെസ്റ്റ് ഇന്ത്യ പ്ലൈവുഡ്സ് എല്ലാവരും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഒരു നിമിഷം കൊണ്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഒന്ന് ശ്രമിച്ചു നോക്കൂ. ചർച്ച കഴിഞ്ഞപ്പോൾ ഇപ്പം എന്താ തോന്നുന്നത്? നന്നായിട്ടൊക്കെ എല്ലാ കാര്യവും പറയാൻ സാധിച്ചോ? പറയാൻ കഴിച്ചു. ഈ ഗ്രീൻ കേരള പരിപാടിയിൽ പങ്കെടുക്കാൻ അതിന് അവസരം നൽകിയതിന് ഇതിൻ്റെ സംഘാടകർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. പക്ഷെ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷയില്ലെങ്കിൽ ഇത്രയും ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന്. പക്ഷേ ഞങ്ങളുടെ ഈ മാലിന്യമുക്തവും മറ്റ് വിദ്യാഭ്യാസ കാര്യങ്ങളെല്ലാം ഞങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ഞങ്ങളുടെ ജനങ്ങളും ഞങ്ങളെ സഹകരിച്ചിട്ടുണ്ട്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് നന്ദി. നമുക്കിനി മാർക്സ് അറിയാനുള്ള സമയമാണ്. കണ്ണം മാഷ് 15-ൽ 11, 15-ൽ 10, 10-ൽ 7, 10-ൽ 7.5, 10-ൽ 7.5. വളപട്ടണത്തിന് ലഭിച്ചിരിക്കുന്നത് 60-ൽ 43 മാർക്സാണ്. മാർക്സിന്റെ സാറ്റിസ്ഫൈഡ് ആണോ? നിങ്ങൾ ഇവരുടെ പദ്ധതികളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവർക്ക് SMS അയക്കുക. SMS അയക്കേണ്ട ഫോമാറ്റ് GKE സ്പേസ് VLPM സ്പേസ് 10-ൽ നിങ്ങൾ നൽകുന്ന മാർക്സ് 537252 എന്ന നമ്പറിലേക്ക് അയക്കുക. നമുക്കിനി രോഗങ്ങൾ വ്യാധികൾ വേണ്ട വേണ്ടേ നമുക്കി കൊതുകിന്റെ താണ്ഡവം. വീടും പരിസരവും വൃത്തിയാക്കൂ, കൊതുകിന്റെ താവളങ്ങൾ നശിപ്പിക്കൂ, മാരക രോഗങ്ങളോട് വിട പറയൂ, വീണ്ടും ഒരു ദുരന്തമൊഴിവാക്കൂ. നാടിനെ നമ്മുടെ വീടായി കരുതണം, വൃത്തിയായി ഭംഗിയായി സൂക്ഷിക്കണം. രോഗം പരത്താത്ത മണ്ണിന്റെ മാറിലെ ആരോഗ്യമോടെ ജനങ്ങൾ വാഴൂ. എന്റെ കേരളം മാലിന്യമുക്തം. മാലിന്യമുക്തമായ ഒരു കേരളം ലക്ഷ്യമെങ്കിൽ വ്യക്തി ശുചിത്വം പോലെ സാമൂഹിക ശുചിത്വവും പാലിക്കണം. മാലിന്യമുക്ത കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. എന്റെ കേരളം മാലിന്യമുക്തം. കോൾ നിലങ്ങളിലെ കോൾ എന്ന വാക്കിന്റെ അർത്ഥത്തെപ്പറ്റി ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിലരെങ്കിലും കരുതിയിരിക്കുന്നത് ഇതൊരു ഇംഗ്ലീഷ് വാക്കാണെന്നാണ്. എന്നാൽ അപ്രതീക്ഷിതമായ വിള ലഭിക്കുമ്പോൾ നമ്മൾ കോൾ അടിച്ചല്ലോ എന്ന് പറയില്ലേ, ആ കോൾ തന്നെയാണ് ഈ കോളും. കോൾ നിലങ്ങളുടെ നാടായ തൃശൂർ ജില്ലയിലെ തോളൂർ ഗ്രാമപഞ്ചായത്തിനെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നിന്നും ഇന്നിവിടെ എത്തിയിരിക്കുന്നത് പ്രസിഡന്റ് ശ്രീ ലൈജു സി എടക്കളത്തൂർ,
വൈസ് പ്രസിഡന്റ് ശ്രീ വി കെ രഘുനാഥൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ കെ ജെ പോൾസൺ, മെമ്പർ ശ്രീമതി പി ശ്രീകല, മെമ്പർ ശ്രീമതി സി എ പ്രേമ. ഈ തോളൂർ എന്ന സ്ഥലപ്പേര് വരാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളുണ്ടോ? പുന്നത്തൂർ തമ്പുരാൻ്റെ പടനായകരായി തുളുനാട്ടിൽ നിന്ന് എത്തിയവർ താമസിച്ചിരുന്ന ഊര് എന്ന അർത്ഥത്തിലാണ് തോളൂർ എന്നാണ് സ്ഥലനാമ ചരിത്രകാരന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ തോളൂരിനെ കാണുന്നത് കൃഷിക്കാർ തോളോട് തോളൂരുമി പ്രവർത്തിക്കുന്ന, അങ്ങനെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയൊരു നാട് എന്ന അർത്ഥത്തിലാണ്. തീർച്ചയായും അങ്ങനെ ഒരു അർത്ഥം കൂടി ഇതിന് കൊടുത്തത് വളരെ നല്ല കാര്യമാണ്. നമുക്ക് എന്തായാലും തോളൂരിന്റെ ഗ്രാമകാഴ്ചകളിലേക്ക് പോകാം. തോളൂർ ഒരു ഫുട്ബോൾ ഗ്രാമമാണ്. ഒരുപാട് കളിക്കാർ ഇവിടുത്തെ ഗ്രൗണ്ടുകളിൽ നിന്നും കളി പഠിച്ച് ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ അവരുടെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് ഇന്ത്യൻ ടീമിന്റെയും കേരള ടീമിന്റെയും ക്യാപ്റ്റനായിരുന്ന CV പാപ്പച്ചൻ കളിച്ചു വളർന്ന ഗ്രൗണ്ടാണ് ഇത്. വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് തോളൂർ പഞ്ചായത്ത്. പഞ്ചായത്തിന്റെ 55% കോൾ നിലങ്ങളാണ്. കോൾ നിലങ്ങളുടെ പ്രത്യേകത അവ സമുദ്രനിരപ്പിൽ നിന്നും താഴെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതാണ്. വൈരക്കൽ പോളിഷിംഗ് കമ്പനികളുടെ നാടായിരുന്നു തോളൂർ. ഒരു കാലത്ത് ഏകദേശം 150ഓളം വൈരക്കൽ പോളിഷിംഗ് കമ്പനികളാണ് ഇവിടെ പ്രവർത്തിച്ചു വന്നിരുന്നത്. പ്രതാപകാലമൊക്കെ അസ്തമിച്ചെങ്കിലും ഇപ്പോഴും ഏതാനും ചില കമ്പനികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. തോളൂരിന്റെ പകുതിയിലേറെ സ്ഥലങ്ങൾ കോൾ നിലങ്ങളായതുകൊണ്ടും തീർച്ചയായും കൃഷിയിൽ തന്നെ ആയിരിക്കുമല്ലേ ശ്രദ്ധ? അതെ. എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ള പദ്ധതികൾ? ഞങ്ങളിവിടെ 17 സ്ക്വയർ കിലോമീറ്ററാണ് ഞങ്ങളുടെ ആകെ വിസ്തൃതി. ഈ വിസ്തൃതിക്കകത്തുള്ള മണ്ണും അവിടെ ലഭ്യമാകുന്ന ജലവും ഏറ്റവും ഫലപ്രദമായിട്ട് വിനിയോഗിച്ച് കൃഷിയും ഭക്ഷ്യസുരക്ഷയും ഉറപ്പാക്കുക എന്നുള്ള ലക്ഷ്യം ഇട്ടിട്ടാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ തയ്യാറാക്കിയിട്ടുള്ളത്. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പദ്ധതികളാണ് കൃഷിയുടെ ജലലഭ്യതയും പഞ്ചായത്ത് മുഴുവൻ ഉറപ്പാക്കുക എന്നുള്ളതാണ് പഞ്ചായത്തിൻ്റെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാട് തന്നെ. നമുക്കപ്പോൾ തോളൂരിന്റെ വികസന ദൃശ്യങ്ങൾ കണ്ടിട്ട് മടങ്ങിയെത്താം. മുമ്പ് തോളൂർ പഞ്ചായത്തിലെ നെല്ലുൽപാദനം വെറും 3750 ടൺ മാത്രമായിരുന്നു. എന്നാൽ ഇന്നത് 5500 ടണ്ണായി വർദ്ധിപ്പിക്കാൻ സാധിച്ചിരിക്കുന്നു. ഇത് ഒരു മാന്ത്രിക വഴി പ്രയോഗത്തിലൂടെ ഒന്നും സാധിച്ചെടുത്തതല്ല, മറിച്ച് കാർഷിക മേഖലയോടുള്ള സമഗ്രവും ശാസ്ത്രീയവുമായ സമീപനത്തിലൂടെയാണ് ഇത് സാധ്യമാക്കിയത്. കാർഷിക സർവകലാശാലയുമായി സഹകരിച്ച് പഞ്ചായത്തിലെ മുഴുവൻ പാടശേഖരങ്ങളിലും ശാസ്ത്രീയമായ മണ്ണ് പരിശോധന ക്യാമ്പുകൾ നടത്തി. കർഷകർക്ക് കൃത്യമായ വളപ്രയോഗത്തെക്കുറിച്ച് അറിവ് നൽകുന്നതിന് കാർഷിക പാഠശാലകൾ സംഘടിപ്പിച്ചു. ഇത് അനാവശ്യമായ വളപ്രയോഗങ്ങൾ ഒഴിവാക്കുന്നതിനും കൃഷിച്ചെലവ് ഗണ്യമായി കുറയ്ക്കുന്നതിനും സഹായിച്ചു. പാടത്തൊരു പാഠശാല എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് കീടങ്ങളെ, മിത്രകീടങ്ങളെ, ശത്രുകീടങ്ങളെ ഒന്ന് തരംതിരിച്ച് കൃഷിക്കാർക്ക് ഉണർവ് കൊടുത്തു. അതിൻ്റെ വെളിച്ചത്തിൽ കാൽസ്യം ചേർക്കാനും അത് സബ്സിഡി റേറ്റിൽ പഞ്ചായത്ത് തരും. വളം കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് സബ്സിഡി റേറ്റിൽ തരും. അപ്പോൾ കുറഞ്ഞ തോതിൽ, കുറഞ്ഞ ചെലവിൽ കൃഷി ചെയ്യാനായിട്ട് ഈ പാടത്തൊരു പാഠശാല വളരെ ഉപകരിച്ചു. കോൾ നിലങ്ങളിലെ വെള്ളക്കെട്ട് ഡീവാട്ടർ ചെയ്തതിനു ശേഷമാണ് അവിടെ കൃഷി ഇറക്കാറ്. ഇതിനായി 6 തോടുകൾ നവീകരിക്കുന്നതിന് വേണ്ടി തൊഴിലുറപ്പ് പദ്ധതിയെ പ്രയോജനപ്പെടുത്തി. കോൾ നിലങ്ങളുടെ പ്രത്യേകത അവ സമുദ്രനിരപ്പിൽ നിന്നും താഴെയാണ് സ്ഥിതി ചെയ്യുന്നു എന്നതാണ്. മഴക്കാലത്ത് ഈ പ്രദേശങ്ങൾ മുഴുവൻ വെള്ളം മൂടിക്കിടക്കും. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളെ വീണ്ടും കൃഷിയോഗ്യമാക്കുന്നതിനായി ഇവിടുത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നിർമ്മിച്ചതാണ് ഈ കുളം. ഇതാണ് പെട്ടിയും പറയും. പാടത്തേക്ക് ആവശ്യത്തിന് വെള്ളം കയറ്റുന്നതിനും ഇറക്കുന്നതിനും ഉപയോഗിക്കുന്ന പാരമ്പര്യ മാർഗമാണിത്. ഇത് കാര്യക്ഷമമല്ലാത്തത് മൂലം പലപ്പോഴും കൃഷി വെള്ളത്തിൽ മുങ്ങുമായിരുന്നു. എന്നാൽ പഞ്ചായത്തിന്റെ ഇടപെടൽ മൂലം കഴിഞ്ഞ 2 വർഷമായി കൃഷി വെള്ളത്തിൽ മുങ്ങുകയോ ആവശ്യത്തിന് വെള്ളം കിട്ടാത്തത് മൂലം കരിഞ്ഞു പോവുകയോ ചെയ്തിട്ടില്ല. ഈ കാണുന്ന 10 ഹെക്ടറോളം സ്ഥലം കഴിഞ്ഞ 60 വർഷമായി തരിശുഭൂമിയായിരുന്നു. കഴിഞ്ഞ വർഷം മുതൽ പടവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ കൃഷി ആരംഭിച്ചത്. ഇതിപ്പോൾ ഇവിടെ 2ാമത്തെ തവണയാണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. പഞ്ചായത്തിലെ 17 ഹെക്ടർ സ്ഥലം പുതിയതായി കൃഷിയോഗ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് വെള്ളച്ചാട്ടമൊന്നുമല്ല. പഞ്ചായത്തിന്റെ താഴെ ഭാഗത്ത് സമൃദ്ധമായി ലഭിക്കുന്ന ജലം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിലൂടെ ജലസേചന സൗകര്യം കുറവുള്ള ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പമ്പ് ചെയ്യുകയാണ് ഇവിടെ.
ഇനി ഈ വെള്ളം എവിടേക്കൊക്കെയാണ് പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം.